മരിയാസ് വർക്ക്ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ട മധുബനി പെയിൻറ്റിങ്ങിൻ്റെ മറ്റൊരു സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. മധുബനി പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോ ഇവിടെ മുകളിൽ മെൻഷൻ ചെയ്യാം, കാണാത്തവർ കണ്ടു നോക്കണേ. ഇന്നത്തെ വീഡിയോയിൽ മധുബനി പെയിൻറ്റിങ്ങിൻ്റെ ഒരു പെയിൻറ്റിങ് പാർട്ടാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഞാൻ ഈ ഒരു പെയിൻറ്റിങ് വരച്ചിരിക്കുന്നത് ബോണ്ട് പേപ്പറിലാണ് ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ബോൾഡ് പെൻ കൊണ്ട് ബ്ലാക്ക് കളർ പെൻ കൊണ്ട് ഞാൻ ഈ ഡിസൈൻ നമ്മളുടെ ഇമേജ് മൊത്തം വരച്ചെടുത്തതിന് ശേഷം ഇവിടെ യൂസ് ചെയ്യുന്നത് മൊത്തം പോസ്റ്റർ കളേഴ്സാണ്. മധുബനി പെയിൻറ്റിങ്ങിൽ സാധാരണയായിട്ട് വൈബ്രൻറ്റ് കളേഴ്സാണ്, അതായത് നന്നായി ബ്രൈറ്റായി നിൽക്കുന്ന കളേഴ്സാണ് നമ്മൾ കൂടുതൽ സാധാരണയായിട്ട് കാണാനായിട്ട് സാധിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പെയിൻറ്റിങ്ങിനും അതുപോലെ നല്ല ബ്രൈറ്റായി നിൽക്കുന്ന കളേഴ്സാണ് മാക്സിമം ചൂസ് ചെയ്തിരിക്കുന്നത്. മധുബനി പെയിൻറ്റിങ്ങിൽ സാധാരണയായിട്ട് പറയാറ്, പണ്ട് കാലത്ത് അവർ ചെയ്തിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റിൽ ആ ഒരു ക്യാൻവാസിൻ്റെ മൊത്തം ക്യാൻവാസിൽ ബ്ലാങ്കായി കിടക്കുന്ന സ്പേസ് ഉണ്ടാവരുത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മധുബനി പെയിൻറ്റിങ്ങിനുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമേജ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തു നമ്മൾ വരച്ചതിന് ശേഷം ബാക്കി വരുന്ന സ്പേസിൽ ബാക്കി വരുന്ന ആ ക്യാൻവാസിൽ എന്ത് ക്യാൻവാസാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ക്യാൻവാസിൽ ബാക്കി വരുന്ന ഭാഗത്തെല്ലാം ജോമെട്രിക് പാറ്റേൺസും ഡിസൈൻസും എല്ലാം കൊണ്ട് ഫില്ല് ചെയ്യണം എന്നാണ് മധുബനി പെയിൻറ്റിങ്ങിൽ സാധാരണയായിട്ട് ശീലിച്ചു വരുന്നൊരു രീതി. ഇവിടെ ഞാൻ എൻ്റെ ബേസ് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഡിസൈൻസ് എല്ലാം ഇതുപോലെ ബോൾ പെൻ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാണ്. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റ് അതിൻ്റെ മുകളിലൊക്കെ വന്ന് അത് കുറച്ചിങ്ങനെ മങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു ബോൾ പോയിൻറ്റ് പെൻ യൂസ് ചെയ്ത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയാണ് ജോമെട്രിക് പാറ്റേൺസും ഡിസൈൻസും വരുന്ന ഒരു ഭാഗം. മധുബനി പെയിൻറ്റിങ്ങിൽ ഇതുപോലെയുള്ള ലൈൻസ് നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുമ്പോൾ മാക്സിമം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരു സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സൊക്കെ ആ രീതിയിൽ നോക്കാം. അതല്ലാതെ നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ സ്കെയിലില്ലാതെ തന്നെ വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ലൈൻ പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇത്രയായിട്ടുണ്ട്. ഈ ലേഡിയുടെ മുക്കുത്തിയുടെ ഭാഗത്തായിട്ടൊരു മത്സ്യത്തിൻ്റെ ചിത്രം കാണാം. കഴിഞ്ഞ പെയിൻറ്റിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ മധുബനി പെയിൻറ്റിങ്ങിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഇത്തരം ഡിസൈൻസ്. താങ്ക് യു.